ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു അതിഥിയെക്കുറിച്ചാണ്. കാലം കുറച്ച് പിന്നിലേക്ക് പോവാം. +2 പഠിക്കുന്ന കാലഘട്ടം. ഞാനൊരു പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയം. പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും 2 വേ ആണെന്ന്. അല്ല, 1 വേ പ്രണയമായിരുന്നു. അത് പൊട്ടി പ്രാളീസായിരിക്കുന്ന സമയത്ത്, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് അടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി. ആരും വിളിക്കാതെ, ആരും പറയാതെ. അതാണ് എൻ്റെ പൂച്ചപ്പെണ്ണ്. വന്ന ഉടനെ പുള്ളിക്കാരി ഞാനുമായിട്ട് കമ്പനിയായി. എന്നെ മടിയിൽ കയറിയിരിക്കുകയും എന്നെ തലോടുകയും എന്നെ ഉമ്മ വെക്കുകയും അത് കണക്ക് തന്നെ വാലുകൊണ്ട് എൻ്റെ ദേഹത്തൊക്കെ തടുക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഞങ്ങൾ കമ്പനിയായി. പതുക്കെ പുള്ളിക്കാരി എൻ്റെ വീട്ടിലെ ഒരാളായിട്ട് മാറി. എൻ്റെ വീട്ടിൽ സിറ്റൗട്ടിൽ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലായിരുന്നു പുള്ളിക്കാരിയുടെ കിടത്തിയെന്ന് പറയുന്നത്. വീട്ടിൽ വാങ്ങുന്ന ഫുഡുകളെല്ലാം കഴിക്കും, മീനും ഇറച്ചിയും ചോറും എല്ലാം. എന്നാലും പുള്ളിക്കാരിയുടെ, എൻ്റെ പൂച്ചപ്പെണ്ണിൻ്റെ പ്രധാന ഇഷ്ടവിഭവം എന്ന് പറയുന്നത് ഈ ടപ്പിയോക്ക ചിപ്സായിരുന്നു. നമ്മൾ ചീനി വറ്റൽ എന്നൊക്കെ പറയും. ഇതിൻ്റെ കവർ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരി ചാടി എണീക്കും. ദൈവമേ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ്, നമ്മുടെ കല്യാണരാമൻ ഇന്നസെൻറ്റിൻ്റെ കൂട്ട്. എന്നിട്ട് ഇങ്ങനെ കാലം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരിക്ക് മറ്റൊരു പൂച്ചയായിട്ട് പ്രണയത്തിലാവുന്നുണ്ട്. പ്രണയത്തിലായ ഉടനെ തന്നെ പുള്ളിക്കാരി ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു പൂച്ചകൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തെരുവ് പൂച്ച ഈ പൂച്ചകളെ കാണാനിടയായി. അതെൻ്റെ വീട്ടിൽ കയറി കുഞ്ഞു പൂച്ചകളെ കാണാനിടയായി. ഇതെൻ്റെ പൂച്ചപ്പെണ്ണിനെ ഭയങ്കര നെർവസാക്കി. അപ്പോൾ മൂലം ഇവളങ്ങ് വേഗലാപ്പ, എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പം എൻ്റെ ചെവിയുടെ കീഴെ വന്നിരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. മ്യാവും 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 എന്ന് പറഞ്ഞ് ഞാൻ എണീക്കുമ്പോൾ ഈ പുള്ളിക്കാരി കാണിച്ചു തരുന്നു ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വേറൊരിടത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി സേഫ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എത്രത്തോളം വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് കൺവേ ചെയ്യാൻ ശ്രമിച്ചതെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിയും ചിരിയുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ +2 കഴിഞ്ഞ് എനിക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് തമിഴ്നാട്ടിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പം ഒരു 4 മണിയൊക്കെ ആയപ്പം അമ്മയാണ് അടുക്കളയിലേക്ക് ഡൈനിങ് ടേബിളിൻ്റെ റൂം തുറക്കുന്നത്. റൂം തുറന്നപ്പോൾ അവിടെ എൻ്റെ പൂച്ചപ്പെണ്ണ് മരിച്ചു കിടക്കുന്നത്. എന്ത് പറ്റിയാണെന്നറിയത്തില്ല, ഭയങ്കര നാക്കൊക്കെ വെളിയിലിട്ടായിരുന്നു മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഈ വിഷമിച്ച മനസ്സുമായിട്ടാണ് പിറ്റേ ദിവസം അതേ ദിവസം തന്നെ കോളേജിലേക്ക് പോയത്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പൂച്ചപ്പെണ്ണിൻ്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാനത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി മരണപ്പെട്ടു, പുള്ളിക്കാരിയെ കുഴിച്ചിട്ടു. ഭയങ്കര വിഷമമായിപ്പോയി എൻ്റെ പൂച്ചപ്പെണ്ണ് മരണപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചായിരുന്നു എൻ്റെ പൂച്ചപ്പെണ്ണെന്ന് പറയുന്നത്. ഒരു മോശം സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ട് ഒന്നും പറയാതെ പോയതായിരുന്നു എൻ്റെ പൂച്ചപ്പെണ്ണെന്ന് പറയുന്നത്. ഐ മിസ് യു മൈ പൂച്ചപ്പെണ്ണെ.